അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് 2026 ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ നിർണായക മാറ്റങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വർഷങ്ങളായിട്ട് ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി എന്നേക്കുമായിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള വലിയൊരു ദൗത്യത്തിനാണ് ഇപ്പോൾ ബാങ്കുകൾ തുടക്കമിടുന്നത്. പ്രധാനമായിട്ടും ഒരു വർഷമായി ഇടപാടുകൾ നടക്കാത്ത ഇനാക്റ്റീവ് അക്കൗണ്ടുകൾ, 2 വർഷത്തിലേറെയായിട്ട് നിശ്ചലമായിട്ട് കിടക്കുന്ന ഡോർമെൻ്റ് അക്കൗണ്ടുകൾ, ഉപയോഗശൂന്യമായ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്നിവയാണ് RBIയുടെ നിരീക്ഷണത്തിലുള്ളത്. 10 വർഷത്തിനിടയിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായെങ്കിലും പകുതിയോളം അക്കൗണ്ടുകളും ഇന്ന് ആരും ഉപയോഗിക്കാത്ത നിലയിലാണ്. ഇത്തരം സൈലന്റ് അക്കൗണ്ടുകൾ സൈബർ തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് RBI ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. മൊബൈൽ ആപ്പിൽ ലോഗിൻ ചെയ്തതുകൊണ്ട് മാത്രം അക്കൗണ്ടുകൾ സജീവമായിട്ട് നിലനിൽക്കില്ലെന്നും പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള നേരിട്ടുള്ള ഇടപാടുകൾ നിർബന്ധമാണെന്നും പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെട്ടാൽ അതിലെ തുക നഷ്ടപ്പെട്ടില്ലെങ്കിലും അത് തിരികെ ലഭിക്കാൻ ബാങ്കിൽ നേരിട്ടെത്തി KYC രേഖകൾ ഹാജരാക്കി സങ്കീർണമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ടുകളിലെ തുക RBIയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്കാണ് മാറ്റപ്പെടുന്നത്. അതിനാൽ നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമായി നിലനിർത്താനായിട്ട് ഉടനെ തന്നെ ഒരു ഇടപാട് നടത്തി സജീവമാണെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് 2025 അധ്യയന വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾ കേരളത്തിനകത്തുള്ള സർക്കാർ കോളേജുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലോ പഠിച്ചവരായിരിക്കണം. 2025 കലണ്ടർ വർഷത്തിൽ, അതായത് 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഈ ഒരു കാലയളവിൽ പരീക്ഷാഫലം വന്ന വിദ്യാർത്ഥികളെയാണ് ഈ വർഷത്തിൽ ധനസഹായത്തിനായിട്ട് പരിഗണിക്കുന്നത്. ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷന്, പ്രൊഫഷണൽ ഡിഗ്രി, പ്രൊഫഷണൽ PG, TTC, ITI, പോളിടെക്നിക്ക്, ജനറൽ നഴ്സിംഗ്, B.Ed, മെഡിക്കൽ ഡിപ്ലോമ തുടങ്ങിയ വിവിധ കോഴ്സുകൾ ആദ്യ ചാൻസിൽ വിജയിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടാവുകയുള്ളൂ. നിശ്ചിത മാതൃകയിലുള്ള ഫോം E അതിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ പരീക്ഷാ വിജയത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ അംഗത്വ വിവരങ്ങൾ തെളിയിക്കുന്ന രേഖകൾ എന്നിവയൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദമായിട്ടുള്ള മാനദണ്ഡങ്ങളും നോട്ടിഫിക്കേഷനും ഒക്കെ തന്നെ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.rewb.kerala.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ അതത് യൂണിയൻ പ്രതിനിധികൾ മുഖേനയോ നേരിട്ടോ നൽകാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് പൂരിപ്പിച്ച ഫോമുകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 16 വൈകിട്ട് 5 മണി വരെയാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അർഹരായിട്ടുള്ള എല്ലാ കർഷക തൊഴിലാളി കുടുംബങ്ങളും ഈ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നേരിട്ടിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോൾ പരിഹരിച്ചുകൊണ്ട് കുടിശ്ശികയുള്ളവർക്കുള്ള തുക അത് ഇന്നു മുതൽ വീണ്ടും വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച പ്രവൃത്തി ദിനമായതിനാൽ തന്നെ തടസ്സങ്ങളില്ലാതെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ടുള്ള കൈമാറ്റത്തിലൂടെയും ധനസഹായം എത്തിച്ചേരും. കഴിഞ്ഞ ആഴ്ചയിലെ വിതരണ സമയത്ത് 26-ാം തീയതിയിലെ റിപ്പബ്ലിക് ദിന പൊതു അവധിയും തൊട്ടു പിന്നാലെ 27-ാം തീയതിയിലെ ബാങ്ക് പണിമുടക്കും വന്നത് വിതരണ ശൃംഖലയെ പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നു. ഈ ദിവസങ്ങളിൽ ബാങ്കിംഗ് ഇടപാടുകൾ നടക്കാതിരുന്നതിനെ തുടർന്ന് പലർക്കും തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരുന്നില്ല. ആ സമയത്ത് നേരിട്ട ഇത്തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ കാരണമാണ് കുറച്ചു പേർക്ക് മാത്രം ആനുകൂല്യം വൈകിയത്. എന്നാൽ ഇപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു. ജനുവരി മാസത്തിലെ ധനസഹായം 2000 രൂപ കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതുവരെ പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാന സർക്കാർ അനുവദിച്ച പെൻഷൻ തുകയിൽ 1500 രൂപ മാത്രം ലഭിച്ചവർ ബാക്കി തുകയായിട്ടുള്ള 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര സഹായം അവർക്ക് വരാനുണ്ടാകും. ഇത് ആധാർ അധിഷ്ഠിത സംവിധാനം വഴി മാത്രമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. ഈ തുകയുടെ വിതരണത്തിന് ആവശ്യമായ ഫണ്ട് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യേണ്ടത്. ഓരോ മാസത്തെയും കൃത്യമായ കണക്കുകളും ബില്ലുകളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചുകൊണ്ട് പിന്നീട് സംസ്ഥാന സർക്കാർ ഈ തുക ഒന്നിച്ച് തിരികെ വാങ്ങുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ നിലവിൽ 1500 രൂപയോ 1700 രൂപയോ കൈപ്പറ്റിയവർക്ക് ബാക്കി ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം അത് വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുമെന്നാണ് അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഈ പുതുക്കിയ വിവരങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ സ്വർണ്ണവില ഇന്നലെ 2026 ഫെബ്രുവരി 1-ാം തീയതി ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. പവന് 1,17,760 രൂപ എന്ന നിലയിലും ഗ്രാമിന് 14,720 രൂപ എന്ന നിലയിലും. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.